എന്താ സാർ ഇത്? ഷർട്ടും പാൻറ്റും ഒരു മര്യാദയ്ക്ക് നീ ഇവിടെ നിന്ന് ഏത്തേടുന്നുണ്ടോ അതോ ഞാൻ നിന്റെ പേരിൽ കേസെടുക്കണോ? സാർ ഞാൻ അടിക്കാം സാർ. ഏത്തോടാ ഏട്ടാ ഇദ്ദേഹം ഒരു തെറ്റ് ചെയ്തിട്ടില്ല ഏട്ടാ. പേര് ശശികുമാർ. ഞാൻ ജോലി ചെയ്യുന്ന സ്കൂളില് സ്കൂൾ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നയാളാ. അതെയോ? അത് മാത്രമല്ല, ഇദ്ദേഹമായിട്ട് എന്റെ കല്യാണം ഫിക്സ് ചെയ്തിരിക്കുക. വിട്ടേക്കേട്ടാ, പ്ലീസ് ഏട്ടാ. അയ്യോ, ഈ കാര്യം എന്നോട് നേരത്തെ പറയായിരുന്നില്ല ലക്ഷ്മിക്കുട്ടി. മോളെ, ഈ പോലീസുകാരൻ നിന്റെ ചേട്ടനാണെന്ന് പറയുന്നല്ലോ. നിന്നെ കെട്ടാൻ പോകുന്നവന്റെ തുണി അഴിച്ചിട്ടും നീ എന്താ മിണ്ടാതെ നിന്നത്? ഇത്രയൊക്കെ അപമാനിച്ചിട്ട് ഇനി അവൾ എന്ത് പറയാനാ? മതി, നിർത്തിയേ. എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ ചിലപ്പോൾ ഷോക്കിൽ നിന്നതായിരിക്കും. ഷോക്ക് മാറിയപ്പോൾ അവള് കാര്യം പറഞ്ഞു. എന്തായാലും നടന്നാ പോട്ടെ. ഐ എം സോറി മിസ്റ്റർ ശശി. അയ്യോ, ആദ്യം നിങ്ങൾ ഷർട്ടും പാൻറ്റും ഒക്കെ എടുത്തിട്ട് പ്ലീസ്. പോട്ടെ. സോറി ലക്ഷ്മി. പ്ലീസ് ഇങ്ങനെ കരയരുത്. കണ്ണു തുടയ്ക്ക്. ആ, ഏതോ റോമിയോ പിള്ളേരെന്നാ ഞാൻ കരുതിയത്. നിങ്ങൾ ആരാണെന്ന് ആദ്യമേ എന്നോട് പറയാമായിരുന്നില്ലേ? സോറി. ഇപ്പോഴാണെങ്കിൽ റേപ്പ് കേസൊക്കെ ഈ നാട്ടിൽ ഒരുപാട് നടക്കുകയല്ലേ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സീരിയസ് ആയത്. ഐ ആം റിയലി സോറി. സോറി ലക്ഷ്മി. ടേക്ക് കെയർ. ആ, എന്നാ എല്ലാവരും ചെല്ല്. പോ. ഓൺസ് അഗൈൻ ഐ എം സോറി. ഒന്നും മനസ്സിൽ വെക്കണ്ട.
എന്താ മോളെ, അവനോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? കുഴപ്പമില്ല, ഞാൻ വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ലക്ഷ്മിക്ക് ഇതെന്തു പറ്റി? ഇവളുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഇവളോട് ഒന്ന് ചോദിച്ചു നോക്കാം. ഹലോ, വേലാൻ ചേട്ടാ, വൈകുന്നേരം ഞാൻ അങ്ങോട്ട് വന്നോളാം. ഇപ്പോൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ശരി. മോളെ, ഞാനൊന്ന് മാർക്കറ്റ് വരെ പോവുക. ഇവിടത്തേക്ക് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ? ലക്ഷ്മിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ചോദിച്ചതിനൊന്നും അവൾ മറുപടി പറയുന്നില്ല. ഇവൾക്കിതെന്ത് പറ്റി? എന്തു പറ്റി ചേച്ചി? തനിച്ചാണല്ലോ വന്നത്? പിന്നെ എങ്ങനെ വരണം? ശശികുമാർ ചേട്ടനെ കൂടെ കൊണ്ടുവരായിരുന്നല്ലോ. കൂട്ടിയിട്ട് വന്നത് ഏട്ടനാ. ബുള്ളറ്റിന്റെ സൗണ്ട് നീയും കേട്ടതല്ലേ? ഏട്ടനും ബൈക്കൊക്കെ ഉണ്ടല്ലോ ചേച്ചി. അതിന് ചേട്ടൻ സമ്മതിക്കോ? ചേച്ചി ചേച്ചി ഞാൻ സംസാരിച്ചപ്പോഴൊക്കെ ലക്ഷ്മി തിരിച്ച് ഒരു മറുപടി പോലും പറഞ്ഞില്ല. ഇന്ന് അവൾക്ക് എന്താ പറ്റിയത്? അവളൊന്നും പറയുന്നുമില്ല. ചേച്ചി, ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഏട്ടന് നടന്ന കാര്യങ്ങളൊന്നും അറിയില്ല. എന്താ ചേച്ചി സംഭവിച്ചേ? എല്ലാവരുടെ മുമ്പിൽ വെച്ച് ദയവായിട്ട് പെൺകുട്ടികളെ ശല്യം ചെയ്തോളാം. ഷർട്ടും പാൻറ്റും ഒരു മര്യാദയ്ക്ക് നീ ഇവിടെ നിന്ന് ഏത്തേടുന്നുണ്ടോ, അതോ ഞാൻ നിന്റെ പേരിൽ കേസെടുക്കണോ? ചേച്ചി ഇങ്ങനെ നടന്നെന്ന് ഏട്ടനറിഞ്ഞ? അങ്ങനെ പറയരുത്. ലക്ഷ്മി, എന്തു പറ്റി മോളെ? നീ എന്തിനാ കര? അപ്പോൾ നീ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നിന്റെ ഇഷ്ടങ്ങളെപ്പറ്റി നീ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. കുറഞ്ഞ പക്ഷം നിന്റെ വിഷമമെങ്കിലും ഈ ചേട്ടനോട് നിനക്ക് പറഞ്ഞൂടെ? അതെങ്ങനെയാ ഏട്ടാ പറയാൻ പറ്റുന്നേ? കാര്യം എന്താന്നറിഞ്ഞാ ഏട്ടൻ
ഒന്ന് പറയട്ടെ ചേച്ചി. ശ്രീദേവി മിണ്ടാതിരിക്കെ. എന്ത് വേണ്ടെന്ന്? ചേട്ടനെ വിട്ട് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്ന ഓർത്തല്ലേ ചേച്ചി ഇങ്ങനെ വെറുതെ കരഞ്ഞോണ്ടിരിക്കുന്നത്? കല്യാണം കഴിഞ്ഞാല് ദിവസവും സ്കൂളിൽ വരില്ലേ ചേച്ചി? അപ്പോ വീട്ടിൽ വന്നിട്ട് പോവാലോ. എല്ലാ ഞായറാഴ്ചയും നിനക്ക് ഇവിടെ വരാലോ. നിന്റെ അമ്മായിയോട് ഞാൻ ഇതേപ്പറ്റി സംസാരിച്ചോളാം. അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾ എന്താ കരുതി വെച്ചിരിക്കുന്നേ? അമ്മേ എന്തിനാ അമ്മേ വഴക്ക്? വാ പോകാം. ഇവിടെ വരെ വന്നിട്ട് ചോദിക്കാതെ എങ്ങനെയാടാ തിരിച്ചു പോകുന്നേ? അമ്മിപ്പോ എന്താ ഉണ്ടായേ? എന്താ സംഭവിച്ചത് നീ അറിയാതിരിക്കാനാ നിന്റെ സഹോദരിമാരിങ്ങനെ വീണെടുത്തേർന്ന് ഉരുണ്ട് കളിക്കുന്നത്? ഒന്നും സംഭവിച്ചില്ല. നിങ്ങൾ വെറുതെ ടെൻഷൻ ആകാതെ. അമ്മേ അച്ഛാ വാ പോകാം. നമ്മൾ എന്താണ് ഹോട്ടലിലേക്കാണോ വന്നിരിക്കുന്നത്? ഒന്നും ചോദിക്കാതെ ഇങ്ങനെ നാണം കെട്ടി വീട്ടിലേക്ക് പോകാനായിട്ട്? ഇവരുടെ സ്വഭാവം ശരിയല്ലാത്തത് കൊണ്ട് ലക്ഷ്മിയെ വേണ്ടാന്ന് വെച്ചിട്ട് നമ്മുടെ വഴിക്ക് പോകുന്നതാ നല്ലത്. അച്ഛാ അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും എടുക്കാതെ. എടാ ഇത് അവളുടെ ചേട്ടനാ പറയേണ്ടത്, നീ എന്തിനാ പറയുന്നത്? ഒരു നിമിഷം, എനിക്ക് കാര്യം എന്താന്ന് വ്യക്തമായിട്ട് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ഈ സംസാരിക്കുന്നതിനൊക്കെ മറുപടി പറയാൻ പറ്റൂ. ദാ, പറടാ. ഇവൻ അതൊന്നും പറയില്ല. ഒരാണായിരുന്നാലും ചില കാര്യങ്ങൾ പറയാൻ നാണിക്കുമല്ലോ. ആരോ ഒരാളും നമുക്ക് വീഡിയോ എടുത്ത് അയച്ചു തന്നിട്ടില്ലേ? അതങ്ങോട്ട് കാണിക്കേ. അച്ഛാ അച്ഛാ വേണ്ട അച്ഛാ പ്ലീസ്, പറയുന്നത് കേൾക്ക്. അച്ഛാ പ്ലീസ് അച്ഛാ, ഞാൻ പറയട്ടെ. കാണട്ടെ. അച്ഛാ വേണ്ട അച്ഛാ, എന്താ ഇപ്പൊ ഇതൊക്കെ? അച്ഛ പറയുന്ന കേക്ക്. ഈ വീഡിയോ കാണാം. അച്ഛാ ആ പോലീസുകാരൻ നിങ്ങളുടെ അമ്മായിയുടെ മകനല്ലേ? നിന്റെ അനിയത്തിക്ക് അവൻ മുറച്ചെറുക്കനാണെങ്കിലും തമാശക്കാണ് പറഞ്ഞിരുന്നെങ്കിൽ അതിനൊരു അർത്ഥമുണ്ടായിരുന്നു. ഞങ്ങളുടെ മകനോടൊന്നിനാ അവൻ ഇങ്ങനെ പെരുമാറുന്നത്? ഇതിനൊക്കെ എന്തു പറയാനാ? നമ്മളെ നാണം കെടുത്തി അടങ്ങും. ഞാൻ ആരാണെന്ന് മനസ്സിലാകാതെ ചെയ്ത അമ്മേ. നിന്റെ വക്കാലത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഈ ലക്ഷ്മി അല്ലെങ്കിൽ വേറൊരു നല്ല പെൺകുട്ടി നമ്മുടെ കുടുംബത്തിലേക്ക് വരും. ഇവരും ഇവരുടെ അമ്മായിയുടെ മകനും തമ്മിലുള്ള പ്രശ്നത്തില് നിന്നെ അപമാനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നിനക്ക് മനസ്സിലാകാഞ്ഞിട്ടാ. നീ ഇതൊക്കെ കേട്ടിട്ട് എന്തിനാ ലക്ഷ്മി ഒന്നും പറയാതെ നിൽക്കുന്നത്? എന്തെങ്കിലും പറ. ഏട്ടാ ഏട്ടാ ശരണം
ലക്ഷ്മി? ശിവാനി, നീ എവിടെയുണ്ട്? വീട്ടില്. നിന്റെ ഏട്ടൻ എവിടെ ഉണ്ടോ? ദേവേട്ടനാണോ വീരേട്ടനാണോ ചോദിക്കുന്നേ? ദേവരാജേട്ടൻ. അമ്മേ, എത്ര നാള് കഴിഞ്ഞാ നിന്റെ വായിന്ന് ദേവരാജ ഏട്ടൻ എന്ന പേര് ഞാൻ കേൾക്കുന്നത് ലക്ഷ്മി. ആദ്യം അവിടെ ഉണ്ടോ ഇല്ലെന്ന് പറ. എന്താ നീ ഇത്ര ടെൻഷനായി സംസാരിക്കുന്നേ? വലിയൊരു പ്രശ്നമുണ്ട് ശിവാനി. ആ, എന്ത് പറ്റി ലക്ഷ്മി? എന്റെ ദൈവമേ, ശശികുമാർ നമ്മുടെ ബന്ധുവായി വരുന്ന കാര്യം ഏട്ടൻ എങ്ങനെ അറിയാതിരിക്കുന്നേ? എങ്ങനെ അറിഞ്ഞു? നിന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ കണ്ടില്ലായിരുന്നോ? അന്ന് കണ്ടയാള് വേറെയാ. അന്ന് ഏട്ടൻ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയില്ലേ? അതെല്ലേ. അറിയോ ലക്ഷ്മി, സാധാരണയായി പെണ്ണുങ്ങളെ കാണാനായിട്ട് എത്രയോ ആണുങ്ങളാണ് വീട്ടിലേക്ക് വരുന്നത്. പക്ഷെ അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാനായിട്ട് മാത്രം ഒരാണ് പോലും മുന്നോട്ട് വരില്ലെന്നുള്ളതാണ് സത്യം, നിങ്ങളുടെ ഏട്ടനെ ഒഴിച്ച്. അയ്യോ, എന്റെ ഏട്ടൻ നിന്റെ ഏട്ടനെ കാണാൻ അങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞപ്പോ നീ എന്തൊക്കെയാ പറഞ്ഞോണ്ടിരിക്കുന്നേ? അയ്യോ, ഞാൻ മറന്നുപോയല്ലോ. നീ ഫോൺ വെക്കേ, ഞാൻ ഏട്ടനെ വിളിച്ചൊന്ന് പറയട്ടെ. ഓക്കെ. ഹലോ. ദേവേട്ടാ, ഗൗതം ചേട്ടൻ ഏട്ടനോട് വലിയ ദേഷ്യത്തിരിക്കുക. ഏട്ടനെ കാണാനായിട്ട് അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. എന്താ കാരണം? ശശികുമാറിനെ അപമാനിച്ചു എന്നറിഞ്ഞ് അവരുടെ അച്ഛനും അമ്മയും വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കിയാ പിന്നെ വെറുതെ ഇരിക്കോ? ഞാൻ ഒന്ന് വിചാരിച്ച മറ്റൊന്നാണല്ലോ സംഭവിക്കുന്നത്. എന്തായാലും പബ്ലിക്കിൽ അങ്ങനെ ഏട്ടൻ ചെയ്യാൻ പാടുണ്ടോ? ലക്ഷ്മിയെ കല്യാണം കഴിക്കാൻ പോണവനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഏതായാലും അയാളുടെ അച്ഛനും അമ്മയും അറിഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ സോറിയും പറഞ്ഞല്ലോ. പാരന്റ്സ് ചുമ്മാ ഇരിക്കുന്നു തോന്നുന്നുണ്ടോ? ഓക്കെ, കൂൾ. ഗൗതമിനോട് ഞാൻ സംസാരിക്കാം. ശശികുമാറിന്റെ അച്ഛനും അമ്മയും ഞാൻ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യാം. ബൈ. വീണ്ടും അവരുടെ വീട്ടിലേക്ക് പോകുന്നു പറയുന്നല്ലോ. ചേട്ടൻ വന്നല്ലോ. ചേട്ടാ, ദേവരാജേട്ടൻ വീട്ടിലില്ല. അവനെ തിരക്കി വന്നാന്ന് നീ എങ്ങനെ അറിഞ്ഞു? അതെങ്ങനെയെന്നാ? അതങ്ങനെ അങ്ങ് അറിഞ്ഞു. അവനിപ്പോ എവിടെയുണ്ട്? നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. എന്റെ വീട്ടിലോട്ടോ? അത് ചേട്ടാ, യഥാർത്ഥത്തിൽ എന്താ നടന്നെന്ന് അറിഞ്ഞാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കും ഗൗതം ചേട്ടാ. ചേട്ടാ, ചേട്ടാ, ഗൗതം ചേട്ടാ. അയ്യോ ദൈവം, ഈ ആൺകുട്ടികൾക്ക് മുൻകോപം കൊടുക്കാതെ ക്ഷമാശീലം കൊടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാ ഞാൻ ആലോചിക്കുന്നത്. എന്ത് നടക്കോ എന്തോ. എന്താ ഏട്ടാ ഇത്? ഇയാളെന്തിനാ ഇവിടെ വന്നത്? വെറുതെ ഒരു പ്രശ്നം വേണ്ടെന്ന് പറഞ്ഞപ്പോ നീ കേട്ടില്ലല്ലോ. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്തോ. ഏട്ടൻ പോലും വീട്ടിലില്ല ഇപ്പോ. സാറിന്റെ അച്ഛനും അമ്മയും ഇവരാണോ? അതെ സർ. അത് നടു റോട്ടിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്.